ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ട് UDF സുസജ്ജമാണ്. ഞങ്ങൾ അവിടെ 263 ബൂത്ത് കമ്മിറ്റികളുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നു. പുതിയതായി വന്ന 59 ബൂത്ത് കമ്മിറ്റികളടക്കം 263 ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഞങ്ങൾ 8000-ലധികം പുതിയ വോട്ടർമാരെ ഞങ്ങൾ നിലമ്പൂരിൽ ചേർത്തിട്ടുണ്ട്. സംഘടന കോൺഗ്രസും UDFും സുസജ്ജമാണ്. UDFിൻ്റെ തന്നെ എല്ലാ പാർട്ടികളുടെയും കൺവെൻഷൻ കഴിഞ്ഞു. UDFിൻ്റെ പരിപാടിയിൽ ഞാൻ പോയിരുന്നു. എല്ലാം സുസജ്ജമാണ്. ഏത് സമയത്ത് ഇലക്ഷൻ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്കറിയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ 24 മണിക്കൂറിനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല. സൺഡേ ആയതിൻ്റെ ഒരു ഇതാണ് ഇന്ന്. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി നോക്കണം. സൺഡേ ആയത് നമ്മൾ സൺഡേ പ്രതീക്ഷിക്കുന്നില്ല. സാധാരണ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയാണ് ഇത് പറയാറുള്ളത്. നമ്മൾ നോക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഒരു കാരണവശാലും വൈകില്ല. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്തിരുന്ന പോലെ ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്. കാരണം എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടണം. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കണം. അപ്പോൾ ഞാനും KPCC പ്രസിഡന്റും ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ അകത്തൊരു തീരുമാനം ആയി കഴിയുമ്പോൾ ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കും. ഞങ്ങളുടെ പ്രപ്പോസൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും ചർച്ചയിലാണല്ലോ. അപ്പോൾ ആ ചർച്ച നടക്കുന്നുണ്ട്. ഞാനും KPCC പ്രസിഡന്റും എല്ലാവരുമായിട്ടും സാധാരണ ഞങ്ങൾ നടക്കുന്ന ഒരു പ്രോസസ്സുണ്ട് കോൺഗ്രസ്സിൽ. ഞങ്ങളുടെ സ്ഥാനത്ത് ആരിരുന്നാലും ഇരിക്കുന്നവർ നടത്തേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഭംഗിയായി നടക്കുന്നുണ്ട്. അത് ചെയ്ത് ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ ഞങ്ങൾ AICCയിൽ സമർപ്പിക്കും. കോൺഗ്രസ് പ്രസിഡന്റാണ് അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനം വയ്ക്കുക. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ. കാരണം 10 മാസം മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഉജ്ജ്വലമായ വിജയം UDF അവിടെ നേടും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം. വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം. അൻവർ UDFിൻ്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. UDF തീരുമാനമുണ്ട്. അത് എങ്ങനെയാണ് UDFിൻ്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. അത് എന്നെ UDF നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അദ്ദേഹം അവിടെ MLA ആയിരുന്ന ആളല്ലേ. വ്യക്തിപരമായി ധാരാളം അവിടെ ബന്ധങ്ങളുള്ള ഒരാളാണ്. അൻവർ UDFുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. UDFിൻ്റെ കൂടെ അൻവർ ഉണ്ടാവും.